ആലപ്പുഴ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2001 മുതൽ 2021 വരെ MLA ആയിരുന്ന വ്യക്തിയാണ് ഡോക്ടർ TM തോമസ് ഐസക്. അദ്ദേഹം VS അച്യുതാനന്ദൻ്റെ മന്ത്രിസഭയിലും അതുപോലെ തന്നെ പിണറായി വിജയൻ്റെ 1ാം മന്ത്രിസഭയിലും ധനകാര്യമന്ത്രിയായിരുന്നു. എന്നാൽ പിണറായി വിജയൻ അദ്ദേഹത്തെ ഏറ്റവും മ്ലേച്ഛമായ രീതിയിൽ അപമാനിച്ചു വിടുകയായിരുന്നു അവസാന 6 മാസങ്ങൾ കൊണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. അതിന് കൃത്യമായ ചില ചരടുവലികൾ നടത്തിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ്. എന്നിട്ട് TM തോമസ് ഐസക്കിനെ ഒരു കോമാളിയാക്കി ചിത്രീകരിച്ചു. അദ്ദേഹത്തിന് സ്ഥലകാല ബോധമില്ലാത്ത ഒരു ജൂബയും തച്ച് നടക്കുന്ന തെക്ക് വടക്ക് നടക്കുന്ന ഒരു ബുദ്ധിജീവിയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ ട്രോളാൻ CPIM-ലെ ആളുകൾ തന്നെ, സൈബർ ലോകം തന്നെ ശ്രമിച്ചു എന്ന് അപഖ്യാതിയുണ്ട്. ഏതായാലും തോമസ് ഐസക് കോൺഗ്രസിലേക്ക് പോകാൻ തീരുമാനിക്കുന്നത് ഏറ്റവും ഉചിതമായ കാര്യങ്ങളിൽ ഒന്നായി തന്നെയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ പറയുന്നു. രമേശ് ചെന്നിത്തല കൃത്യമായും നല്ല രീതിയിൽ തോമസ് ഐസക്കുമായി ആത്മബന്ധമുള്ള ഒരു നേതാവാണ്. തോമസ് ഐസക്കിനെ ഏറ്റവും കൂടുതൽ അവഗണിച്ചത് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതാക്കളും തന്നെയാണ്. ഐസക്കിന് 2021 സീറ്റ് കൊടുക്കാത്തതിലല്ല കുഴപ്പം, മറിച്ച് പത്തനംതിട്ടയിൽ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിനെ അപമാനിക്കാൻ വലിയ തോതിൽ ശ്രമം നടന്നു എന്നുള്ള പരക്കെയുള്ള സംഭാഷണമുണ്ട്. എന്തിന് അദ്ദേഹം പറയുന്നു, ആലപ്പുഴ ജില്ലയിലെ മുടിചൂട മന്നനായി നടന്നിരുന്ന G സുധാകരനെ M നാസർ അടക്കമുള്ള CPIM-ൻ്റെ നേതാക്കൾ പരസ്യമായാണ് അവഹേളിച്ചത്. അതുപോലെ തന്നെയാണ് TM തോമസ് ഐസക്കിനെ നാണം കെടുത്തിയത്. ആലപ്പുഴയിൽ ഒരു സമ്മേളനങ്ങളിലും വിളിക്കാതെ അദ്ദേഹത്തിനെ തരം താഴ്ത്തുന്ന രീതിയിലാണ് പലപ്പോഴും പാർട്ടി സമീപനമെടുത്തത്. അതോടുകൂടിയാണ് ഐസക് രണ്ടും കൽപ്പിച്ച് കോൺഗ്രസിലേക്ക് എന്ന രീതിയിൽ വരുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിത്തരഞ്ജനെതിരെ തോമസ് ഐസക് ആലപ്പുഴയിൽ നിൽക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. KC വേണുഗോപാലാണ് നിലവിൽ ആലപ്പുഴ ലോക്സഭ MP. KC വേണുഗോപാലിനെ കാണാൻ കൃത്യമായും അദ്ദേഹവുമായി രാഷ്ട്രീയപരമായ ചർച്ച നടത്താൻ തോമസ് ഐസക് തയ്യാറായേക്കും എന്ന വലിയ തോതിലുള്ള വാർത്ത അത് ശരിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ്. ഒരു കാര്യത്തിൽ G സുധാകരൻ കട്ടായം പറയുന്നുണ്ട്, CPIM-മായി സഹകരിക്കാനോ ഇപ്പോഴത്തെ പാർട്ടി നേതാക്കളുമായി ബന്ധപ്പെടാനോ ഞാൻ ഒരിക്കൽ പോലും ശ്രമിക്കാറില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല എന്നാണ് സുധാകരൻ പറയുന്നത്. നിലപാടുള്ള ഒരു മനുഷ്യനെ എത്രത്തോളം അവഹേളിക്കാം, എത്രത്തോളം പൊതു പരിപാടികളിൽ നിന്നും അകറ്റി നിർത്താം, എന്തൊക്കെ ചെയ്താലും ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യനായിരുന്ന ജനകീയനായിരുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ തന്നെയാണ് സുധാകരനെയും അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിൽ TM തോമസ് ഐസക്കിനെയും കണ്ടിരുന്നത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 31,000 വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് തോമസ് ഐസക് ജയിച്ചതെങ്കിൽ 2021 ആയപ്പോൾ ചിത്തരഞ്ജൻ അവിടെ 10,000 വോട്ടിന് കഷ്ടിച്ച് കടന്നുകൂടുകയായിരുന്നു. എന്നാൽ ചിത്തരഞ്ജൻ പറഞ്ഞുകൊണ്ട് നടന്നത് തോമസ് ഐസക് പ്രചരണത്തിന് ഒരു ഘട്ടത്തിൽ പോലും സഹകരിച്ചില്ല താനുമായി. അതുപോലെ തന്നെ പരാജയപ്പെടുത്താൻ തോമസ് ഐസക് മനഃപൂർവ്വം ശ്രമിച്ചു, തന്നെ അവഹേളിക്കാൻ ശ്രമിച്ചു. അതിനെല്ലാം കാരണം എന്താണെന്ന് എനിക്കറിയാം എന്നൊക്കെ കൊള്ളി വെച്ചാണ് തോമസ് ഐസക്കിനെതിരെ സംസാരിച്ചത്. അതിന് മറുപടി കൊടുത്തേ പറ്റൂ എന്നാണ് ഐസക് ഇപ്പോൾ പറയുന്നത്.